തരംഗമായി കടക്കപ്പുറത്ത് ഡിജിറ്റൽ ക്യാമ്പയിൻ. പരാതികൾ ലക്ഷം കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിക്കും LDF സർക്കാരിനുമെതിരെ UDF ആരംഭിച്ച കടക്കപ്പുറത്ത് ക്യാമ്പയിൻ സൈബർ ഇടങ്ങളിൽ തരംഗമാകുന്നു. കടക്കപ്പുറത്ത്.com എന്ന വെബ്സൈറ്റിലൂടെയും പ്രത്യേക QR കോഡുകൾ വഴിയും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ മണിക്കൂറിലും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ക്യാമ്പയിൻ ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ വെബ്സൈറ്റ് വഴി 62,000-ലധികം ആളുകൾ പ്രതീകാത്മകമായി മുഖ്യമന്ത്രിയെ പുറത്താക്കി പ്രതിഷേധം രേഖപ്പെടുത്തി. 4 ദിവസത്തിനുള്ളിൽ 4 ലക്ഷത്തോളം പേർ സൈറ്റ് സന്ദർശിക്കുകയും 1 ലക്ഷത്തിലധികം പരാതികൾ ലഭിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി മുൻപ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയ പഴയൊരു പ്രയോഗത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഈ പ്രചാരണം കേരളത്തിലെ സാധാരണക്കാരുടെ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു ഡിജിറ്റൽ വേദിയായി മാറിയിരിക്കുകയാണ്. സർക്കാരിന്റെ 10 വർഷത്തെ ഭരണപരാജയങ്ങൾ 12 പ്രധാന വിഷയങ്ങളിലായി ക്രോഡീകരിച്ചതാണ് ഡിജിറ്റൽ കുറ്റപത്രം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ലഹരി വ്യാപനം, വന്യജീവി ആക്രമണം, അഴിമതി, ഭരണധൂർത്ത്, സ്ത്രീ സുരക്ഷയും ക്രമസമാധാന തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ചിത്രം സഹിതമുള്ള QR കോഡുകൾ കേരളത്തിലുടനീളം പതിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതും ജനങ്ങളെ വേഗത്തിൽ വെബ്സൈറ്റിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. വെബ്സൈറ്റിലെ ഒരു പ്രത്യേക ബട്ടൺ അമർത്തുന്നതിലൂടെ മുഖ്യമന്ത്രിയെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള പ്രതീകാത്മക പ്രതിഷേധം വോട്ടർമാർക്ക് രേഖപ്പെടുത്താം. പുതുതലമുറ വോട്ടർമാരെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, X തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ക്യാമ്പയിൻ ഇതിനകം ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കടക്കപ്പുറത്ത് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് 10,000-കണക്കിന് പോസ്റ്റുകളാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ UDFന് ലഭിച്ച കരുത്തുറ്റ ആയുധമായി ഈ ഡിജിറ്റൽ വിപ്ലവം മാറിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഈ നീക്കത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ LDF സൈബർ വിങ്ങുകൾ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും കടക്കപ്പുറത്ത് എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ച തരംഗം ഇപ്പോഴും ശക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രചാരണ ചരിത്രത്തിൽ സോഷ്യൽ മീഡിയയെ ഇത്രയും ആസൂത്രിതമായി ഉപയോഗിക്കുന്ന ആദ്യ ക്യാമ്പയിനുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. Like, share, subscribe.